മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയ പദ്ധതി വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ചുരുളഴിയുമ്പോൾ പ്രവാചക സ്വരങ്ങൾ വളരെ സ്പഷ്ടമായി രക്ഷകനെക്കുറിച്ച് പ്രതിപാദിച്ചു. ആരിൽ നിന്ന്, ഏത് ഗോത്രത്തിൽ നിന്ന്, ഏത് വംശത്തിൽ നിന്ന് അവൻ ജനിക്കും? അവൻ ആരെന്ന് വിളിക്കപ്പെടും? അവന്റെ ദൗത്യം എന്തായിരിക്കും? മുപ്പത് വർഷത്തെ അവിടുത്തെ രഹസ്യ ജീവിതം, 3 വർഷത്തെ പരസ്യ ജീവിതം, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ തന്റെ ജനത്തോട് പങ്കുവച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി അവൻ താൻ പറഞ്ഞ വചനങ്ങളെ സ്ഥിരീകരിച്ചു. പിന്നീട് മാനവ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും അനീതിപരവും അതിക്രൂരവുമായ വിചാരണയ്ക്കും പീഡനങ്ങൾക്കുമൊടുവിൽ തന്റെ അവസാന തുള്ളി രക്തവും ലോകത്തിന്റെ പാപങ്ങൾക്കുള്ള മറുവിലയായി നൽകിക്കൊണ്ട് എല്ലാം പൂർത്തിയാക്കി അവൻ സ്വജീവൻ അർപ്പിച്ചു. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പാ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായി. കൈയിലാടി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായി, കാണുന്നെൻ്റപ്പായി. എഴുതപ്പെട്ടിരുന്നതുപോലെ 3-ാം ദിവസം അവൻ മരണത്തെ തോൽപ്പിച്ച് ഉയിർത്തെഴുന്നേറ്റു. തന്റെ പ്രിയ ശിഷ്യന്മാർക്കും മറ്റനേകർക്കും അവൻ പ്രത്യക്ഷപ്പെട്ടു. Side